ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു L4 ലിറ്ററേച്ചർ. ഇന്ന് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിൽ ഇൻ ലവ് എന്ന് പറയുന്ന കമലാദാസിൻ്റെ ഒരു കുഞ്ഞു പോമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പോകത്തിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കമലാദാസിനെ കുറിച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടെ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. സോ 1934 കമലാദാസ് ജനിച്ചിട്ടുള്ളത്. 31 മാർച്ച് 1934 തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു, പുന്നയൂർക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്. ആൻഡ് ഓൾസോ ഷീ ഈസ് ഓൾസോ നോൺ ബൈ ഹെർ പെൻ നെയിം മാധവിക്കുട്ടി. ആൻഡ് ഹെർ മദർ ബാലാമണി അമ്മ, ഷി വാസ് ഓൾസോ എ വെൽ നോൺ റൈറ്റർ. ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 15 ഷി ഗോട്ട് മാരീഡ് ടു മാധവദാസ്. ഹി വാസ് എ ബാങ്ക് ഓഫീസർ. And as we know, Kamala Das was a major Indian English writer, and some of her specialities include open and honest treatment of female sexuality, and she was free from any sense of guilt, and so on. She is a confessional poet. അതായത് ഫീമെയിൽ സെക്ഷുവാലിറ്റിയെ തുറന്നെഴുതുന്നതും അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഗിൽറ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്വഭാവമൊന്നും ഇല്ലായിരുന്നു കമലദാസിന്. അതുപോലെ തന്നെ ഒരു കൺഫെഷണൽ പോയറ്റ് ആയിരുന്നു. കൺഫെഷണൽ പോയറ്റ് എന്ന് പറഞ്ഞാൽ എന്തും തുറന്നെഴുതാനുള്ള ഒരു കഴിവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരുന്നു കമലദാസ്. നമുക്ക് സിൽവിയ പ്ലാത്തിൻ്റെ പോംസൊക്കെ ഒരു കൺഫെഷണൽ പോയട്രി ആണെന്ന് പറയാം. അതുപോലെ തന്നെയായിരുന്നു കമലദാസ്. അതുപോലെ തന്നെ ഷി റോട്ട് ചീഫ്ലി ഓഫ് ലവ്, ഇറ്റ്സ് ബിട്രയൽ ആൻഡ് ദ കോൺസിക്വൻറ്റ് ആംഗ്വിഷ്. അവളുടെ മിക്കവാറും വേർക്സിൽ, നമ്മുടെ കമലാദാസിൻ്റെ മിക്കവാറും വേർക്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന തീംസാണ് ലവ്, ഇറ്റ്സ് ബിട്രയൽ ആൻഡ് ദ കോൺസിക്വൻറ്റ് പെയിൻ. അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു പെയിൻ, അതൊക്കെ എന്താണ് കമലാദാസിൻ്റെ വേർക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി വാസ് സമ്മർ ഇൻ കൽക്കട്ട, ആൻഡ് ഷീ ഡൈഡ് ഓൺ 31 May 2009. And she got so many awards, and I have given some of the important awards here. This is not the end of the list. So first one is Award of Asian Pen Anthology 1964, Kerala Sahitya Akademi Award 1969, and she was nominated and shortlisted for Nobel Prize for Literature in 1984, Asian Poetry Prize 1999, Kent Award for English Writing from Asian Countries 1999, and Viola Award in 2001. സോ ഇത്രയാണ് കമലാദാസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സിൽ ചുരുക്കം ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കമലാദാസ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു അവർ പോം ഇൻ ലവ്. In the poem In Love, Kamala Das shares the sexual experience of a woman. ദാറ്റ് മീൻസ് ഈ ഒരു പോയത്തിലൂടെ കമലാദാസ് നമ്മളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദ സെക്ഷൽ എക്സ്പീരിയൻസ് ഓഫ് എ വുമൺ എന്നുള്ള ഒരു ആശയമാണ്. സോ അതുകൊണ്ട് തന്നെ ഷി ബിഗിൻസ് ദ പോം ബൈ റെഫറിങ് ടു ദ സൺ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. ദ സ്കൈ ഓൺ വിച്ച് ദ സൺ ബേൺസ് റിമൈൻഡ്സ് ഹർ അബൌട്ട് ഹർ ലവർ. ദാറ്റ് മീൻസ് കവിത തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഓ വാട്ട് ഡസ് ദ ബേണിംഗ് മൗത്ത് ഓഫ് സൺ ബേണിംഗ് ഇൻ ടുഡേയ്സ് സ്കൈ remind me, oh yes, his mouth and his limbs like pale and carnivorous plants എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the sun always reminds of her lover. She says that his mouth and pale limbs are approaching her as a carnivorous plant with unending sexual desire in the room or anywhere he reaches her in his need for his love. That means എപ്പോഴൊക്കെയാണോ അവളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൗത്ത്, ആ പെയിൽ ലിംസ് എല്ലാം അവൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കാർണിവറസ് പ്ലാന്റിനെ പോലെയാണ്. കാർണിവറസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരകളൊക്കെ ഇങ്ങനെ കെണി വെച്ച് പിടിച്ചിട്ട് കഴിക്കുന്ന ഒരു തരം ചെടികളുണ്ട്. അത്തരത്തിലുള്ള ചെടികളെയാണ് കാർണിവറസ് പ്ലാന്റ് എന്ന് പറയുന്നത്. സോ ഷീ കമ്പയർസ് ഹെർ ലവർ to a carnivorous plant, and his actions are just like a carnivorous plant, and he doesn't even care about her emotions whenever he come to her room to make love to her. Okay, then he does not embrace her as a complete thing. ഇനി എപ്പോഴൊക്കെയാണോ അദ്ദേഹം അവളെ ഹഗ് ചെയ്യുന്നത്, എംബ്രൈസ് ചെയ്യുന്നത്, പക്ഷേ അപ്പോഴൊന്നും എന്താണ് ഒരു കംപ്ലീറ്റ്നെസ്, ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഹഗ്ഗായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലവ് ഫീൽ ചെയ്യുന്ന ഒരു ഹഗ്ഗായിട്ട് അവൾക്കത് ഫീൽ ചെയ്യാറില്ല. ഇനി നോക്കിയേ,
ഷീ ഡിസ്ക്രൈബ്സ് ദെയർ മീറ്റിംഗ് ആസ് എ മെക്കാനിക്കൽ വൺ. എപ്പോഴൊക്കെയാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് അപ്പോഴൊക്കെ എന്താണ് ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രം ഇങ്ങനെ നടക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാറുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്താണ് ഒരു ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അവൾക്ക് കിട്ടാറേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെയർ മീറ്റിംഗ് വാസ് ഓൺലി മെക്കാനിക്കൽ. ഓക്കെ. ആൻഡ് ഹി നെഗ്ലക്ട്സ് ഹെർ ഫീലിംഗ്സ് whenever they are meeting. She is silent while he enjoys her as a triumphant. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു ലസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇവളെപ്പോഴും എങ്ങനെയാവും? ഷീ ഈസ് സൈലൻറ്റ് ആൻഡ് ഹി നെഗ്ലക്ട്സ് ഹെർ ഫീലിങ്സ്. സോ ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡോൾ ആൻഡ് ഹി എൻജോയ്സ് ഹെർ ആസ് എ സെക്ഷൽ ഒബ്ജക്റ്റ് ബൈ neglecting her feelings. Okay. At noon time, she is used to watch the crows flying like they are carrying poison in their wings. അങ്ങനെ എന്താണ് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അവൾ എന്താണ് ജനലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരുപാട് കാക്കകളൊക്കെ ഇങ്ങനെ നല്ല തിളങ്ങുന്ന ചിറകുകളൊക്കെ ഉള്ള ഒരുപാട് കാക്കകൾ. അവരുടെ ആ ഒരു തിളങ്ങുന്ന എന്ന് പറയാൻ കാരണം നല്ല ഉച്ച സമയമാണ്. അപ്പോൾ ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രകാശം ഇങ്ങനെ തട്ടിയിട്ട് എന്താണ് അവരുടെ ചിറകുകളിലൊക്കെ ഇങ്ങനെ ഒരു തിളക്കം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ചിറകുകളിലൊക്കെ എന്താണ് ഒരുപാട് പോയിസൺ, ഒരുപാട് വിഷം ഇങ്ങനെ നിറച്ചിട്ട് പറന്നു പോകുന്ന ഒരുപാട് കാക്കകളെ ഇങ്ങനെ അവൾ കാണുകയാണ്. ആൻഡ് അറ്റ് നൈറ്റ് ഷീ ലിസൺസ് ടു ദ സൗണ്ട്സ് ഓഫ് ദ കോപ്സ് കാരിയേഴ്സ് കോളിംഗ് ബോൾ ഹരി ബോൾ. അതായത് രാത്രി സമയങ്ങളിൽ ഉച്ച സമയത്ത് നമ്മൾ കണ്ടു കാക്കകൾ ഇങ്ങനെ പറന്നു പോകുന്നത് അവൾ കാണുകയാണല്ലേ. അവരുടെ വിങ്സിലൊക്കെ എന്താണ് നിറയെ വിഷം ഇങ്ങനെ നിറച്ചിട്ട് പറന്നു പോകുന്നത് കാണുകയാണ്. രാത്രി ആകുമ്പോഴേക്ക് എന്താണ് അവളുടെ ആ ഒരു ഇമേജറി വീണ്ടും ചേഞ്ച് ചെയ്യുകയാണ്. രാത്രി ആകുമ്പോൾ അവൾ ആ ഒരു റോഡിലൂടെ ബേർഡ് വാൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പോകത്തിൽ. അപ്പോൾ ആ ഒരു റോഡിലൂടെ കോപ്സ് ക്യാരിയേഴ്സ്, കോപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശവം, ഡെഡ് ബോഡി ക്യാരി ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വാക്കാണ് ബോൾ ഹരി ബോൾ എന്നുള്ളത്. ആ ഒരു ശബ്ദം അവളങ്ങനെ കേൾക്കുകയാണ്. ആൻഡ് ഷീ ലോസസ് ഹെർ സ്ലീപ്പ് ആൻഡ് ഷീ വാക്സ് ത്രൂ ദ വരാന്ത അറ്റ് നൈറ്റ് സ്ലീപ്ലെസ്. അങ്ങനെ എന്താണ് രാത്രി അവളുടെ ഉറക്കമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. സോ ഉറക്കമൊന്നും വരുന്നില്ല. അങ്ങനെ അവൾ വരാന്തയിലോട്ട് ഇറങ്ങിയിട്ട് എന്താണ് ഉറക്കമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. Then millions of questions comes to her mind at that time. All the questions are about him. ആ ഒരു സമയത്ത് അർദ്ധരാത്രി ഉറക്കമില്ലാണ്ട് വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആരെക്കുറിച്ചുള്ളതായിരുന്നു? അദ്ദേഹത്തെക്കുറിച്ചുള്ളതായിരുന്നു കേട്ടോ. അവളുടെ ലവറിനെ കുറിച്ചുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. And she compares his love to a skin communicated thing. ദാറ്റ് മീൻസ് ആ ഒരു ലസ്റ്റ് ഫീലിംഗ് മാത്രം ആയതുകൊണ്ട് തന്നെ ഒരു സ്കിൻ കമ്മ്യൂണിക്കേറ്റഡ് തിങ്, മൈൻഡും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ സ്കിൻസ് മാത്രം അവിടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. ഷീ നെവർ ക്യാൻ കോൾ ഹിസ് പ്രസൻസ് ലവ് സിൻസ് ഹീ ഈസ് എ സ്കിൻ കമ്മ്യൂണിക്കേറ്റഡ് തിങ് ഫോർ ഹർ. അദ്ദേഹം എന്ന് പറയുമ്പോൾ, ലവർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്കിൻ കമ്മ്യൂണിക്കേറ്റഡ് തിങ് മാത്രമായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് എന്താണ് ആ ഒരു ലവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കെയറിങ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അവൾക്ക് കിട്ടുന്നില്ല. ഷീ ഫൈൻഡ്സ് ദാറ്റ് ഹീ ഈസ് എ പേഴ്സൺ ഹൂസ് ആക്ഷൻസ് ആർ മിയർലി ബേസ്ഡ് ഓൺ ലസ്റ്റ്. സോ അദ്ദേഹത്തിൻ്റെ എല്ലാ ആക്ഷൻസിലും ലസ്റ്റ് മാത്രമാണ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടിരുന്നത്. അതിലെന്തില്ലായിരുന്നു? ലവ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ഒട്ടും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് പോയിൻ ജസ്റ്റ് ഒന്ന് നോക്കാം. Oh, what does the burning mouth of sun burning in today's sky remind me? Oh yes, his mouth and his limbs like pale and carnivorous plants reaching out for me, and the sad lie of my unending lust. Where is room, excuse, or even need for love? For isn't each embrace a complete thing, a finished jigsaw, when mouth on mouth I lie, ignoring my poor moody mind, while pleasure with deliberate gaiety trumpets harshly into the silence of the room. At noon I watch the sleek crows flying like poison on wings, and at night from behind the bird-one rod the corpse bearers cry, Bol Hari Bol. A strange lacing for moonless nights, while I walk the veranda sleepless. A million questions awake in me, and all about him, and the skin communicated thing that I dare not yet in his presence call our love. So this is our poem, and now let's have a conclusion.
She calls her lust as a sad lie because she couldn't enjoy the lust with him because it lacks love, and also she feels consumed rather than fulfilled. She realizes this relationship is not what she would like to be. His kisses are like the burning mouth of the sun, and that's why the poet repeats the word burning twice in the opening of the poem. And her lover's limbs like carnivorous plants reaching out to devour her. She compares her lover into a carnivorous plant reaching out to devour her. And also she admits that while her mind is moody or gloomy, not happy with the mere bodily component of her relationship, there is a certain pleasure in the physical relationship. She calls it deliberate gaiety. That means she still longs for the lust to transfigure or to change into love. She finds their relationship as a mechanical one, and also she couldn't enjoy the lust with him. That is why she calls her lust as a sad lie. But even though she still longs for the lust with him to transfigure the lust into love. That's why she can find some kind of pleasure in the lust with him. Okay. And also she questions the skin communicated thing that she cannot call as love in the poem. And again, she also conveyed the destructive quality of her relationship through the imageries of crows fly like poison, and the sound of the corpse burials, and also the moonless and sleepless nights. In short, this poem conveys the sexual experiences of a woman. She has a lover, but he only approaches her for lust. Thus, their relationship is a mechanical one. The woman could not feel love or caring, and she feels he treats her as a sexual object. But she doesn't express her hesitation because she feels that one day she can transform the lust into love. Even though she is fed up with the sleepless nights, she is trying to fulfill her dreams with him. So, ഇതാണ് നമ്മുടെ പോത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. ഇനി ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും പോകാൻ നന്നായിട്ട് വായിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. ബൈ.